ആദ്യമായി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഔപചാരികമായ അർത്ഥത്തിലൊരു ലേഖനമല്ല. കാരണം ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി പത്രപ്രവർത്തകനായുള്ള പ്രശാന്ത് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് തയ്യാറാക്കിയിട്ടുള്ള, ഞങ്ങൾ തമ്മിൽ നടത്തിയ ദീർഘമായ സംഭാഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയുള്ള ചെറിയൊരു കുറിപ്പാണത്. ആ കുറിപ്പ് 2019 പുതുവർഷ പുലരിയിൽ 1-ാം തീയതി അടിച്ചു വന്ന സമയം തൊട്ട് അത് വലിയ ഇളക്കെന്ന് പറഞ്ഞാൽ പോരാ, കോളിളക്കം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ അത് നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആശയ സംവാദത്തിൻ്റെ വേലിയിറക്ക കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ ആശയമുക്ത ലോകം എന്ന ആഗോളവൽക്കരണത്തിൻ്റെ അജണ്ടയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു സംവാദമായി വികസിക്കുകയാണെങ്കിൽ സ്വാഗതാർഹമാണ്. പക്ഷേ സംവാദമാകുന്നതിന് പകരം അത് ഒരു വിവാദമായിട്ട് വഴുക്കുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പലരും ടൈംസ് ഓഫ് ഇന്ത്യയിലെ തലക്കെട്ടിൽ തട്ടി വീണുപോകേണ്ടായത്. ഇപ്പം ഫോൺ ചെയ്ത പലരോട് ഞാൻ പറഞ്ഞത് തലക്കെട്ടിൽ തലകുത്തി വീഴരുത്. കാരണം തലക്കെട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പ്രശാന്താണ്. അത് സ്വാഭാവികമായിട്ട് വായനക്കാരെ ആകർഷിക്കാനോ അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിൻ്റെ പതിവ് രീതിയായ സെൻസേഷണലിസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. പക്ഷേ ഈ അഭിമുഖത്തിൽ പറയാൻ ശ്രമിച്ചൊരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തുടർന്ന് വരുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, നവോത്ഥാന കാലം മതപരിവർത്തനത്തെ സമീപിച്ചിരുന്നത് കുറേയേറെ ജനാധിപത്യപരമായിട്ടാണ്. എന്നാൽ നവോത്ഥാനാനന്തര കാലം എന്ന് പറയുന്ന നമ്മുടെ കാലം അന്നത്തേക്കാൾ വളരെ വളർന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും നവോത്ഥാന കാലത്തെ അപേക്ഷിച്ച് നമ്മൾ പിറകിലാണ്. ഇതിനെന്താണ് കാരണം? ഇത് പുനഃപരിശോധന ആവശ്യപ്പെടേണ്ടതുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടാണ് അതിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തലക്കെട്ട് കൺവേർട്ട് ടു ഇസ്ലാം എന്നതാണ്, ഇസ്ലാമിലേക്ക് മാറുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇസ്ലാമിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലേക്കോ ബുദ്ധമതത്തിലേക്കോ മാറണം എന്നൊരാശയം അല്ല അതിൽ മൗലികമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും ലോകത്തുള്ള മുഴുവൻ ആളുകളും, അങ്ങനെയാണ് ചില ആളുകൾ ഫോൺ ചെയ്ത് പറഞ്ഞത്, ലോകത്തുള്ള മുഴുവൻ ആളുകളോടും ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളോടും ഉടൻ ഇസ്ലാം മതത്തിലേക്ക് മതം മാറാൻ ഞാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നതാണ്. ആഹ്വാനം ചെയ്യാൻ ഞാൻ ആര്? ഇത് കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് നടക്കുന്ന ആശയപരമായൊരു ചർച്ചയാണ്. അത് എത്രയോ കാലമായി ആരംഭിച്ച ചർച്ചയാണ്. അതിൽ പലരും ഇടപെടുന്ന കൂട്ടത്തിൽ ഞാനും ഇടപെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മൗലികമായുള്ള കാര്യം എന്താ പറഞ്ഞാൽ, ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക്, ഒരു പ്രത്യേക അഭിരുചി പുലർത്തിയ ആൾ വേറൊരു അഭിരുചിയിലേക്ക്, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ വലിയ മാറ്റമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അഭിരുചിയിൽ മാറ്റം വരുന്നു, രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുന്നു, ജീവിത കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നു. അതുപോലെ മതവിശ്വാസത്തിലും ആളുകൾക്ക് മാറ്റം വരാവുന്നതാണ്. തങ്ങൾ വിശ്വസിക്കുന്ന മതം ഒരാളെ സംതൃപ്തി നൽകുന്നില്ലെങ്കിൽ അവർക്ക് മറ്റൊരു മതത്തിലേക്ക് കടക്കാവുന്നതാണ്. ഇനി അവിടെയും സംതൃപ്തിയും സ്വസ്ഥതയും കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് മതം തന്നെ ഉപേക്ഷിക്കാവുന്നതാണ്. ഈ അർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ പൗരാവകാശ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ പ്രധാനമായിട്ട് ഉയർത്താൻ ശ്രമിച്ചത്. അത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഈ കുറിപ്പ് അപര്യാപ്തമാണെങ്കിൽ പോലും ഈ കുറിപ്പ് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ ഈ കാര്യം വ്യക്തമാവും. ആ അർത്ഥത്തിൽ ആഹ്ലാദമുണ്ട്. കാരണം തുടക്കത്തിൽ ഫോൺ ചെയ്ത് സംശയങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ, അവരോട് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളിത് വായിക്ക്, എന്നിട്ട് വിളിക്ക്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഫേസ്ബുക്കിൽ വന്നത് വളരെ ചെറുതാണ്, അതിൻ്റെ തലക്കെട്ട് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫേസ്ബുക്കല്ല, ഇത് ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യമല്ല, ഇത് ഒരു പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വന്നാണ്, അച്ചടിച്ച് വന്ന മാറ്റർ നിങ്ങൾ വായിക്കുക. അങ്ങനെ ചിലരിത് തേടി പിടിച്ച് വായിച്ചതിന് ശേഷം പ്രശ്നമില്ല, ഞങ്ങളാണ് തെറ്റിദ്ധരിച്ചത് എന്നവർ പറയണ്ടായി. കാരണം ഇതിൽ കൃത്യം പറയുന്നുണ്ട്. ഇതിലെ 1-ാമത്തെ പാരഗ്രാഫ് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. 2-ാമത്തെ പാരഗ്രാഫിലും പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അലച്ചിൽ കാലഘട്ടം, അതായത് 1888 ശിവപ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള ഗുരുവിൻ്റെ യാത്രയുടെ കാലം. ആ യാത്രയുടെ കാലത്ത് ഗുരു ആരൊക്കെ കണ്ടു, എന്തൊക്കെ സംസാരിച്ചു, ഏതൊക്കെ സംവാദത്തിൽ ഏർപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായുള്ള ധാരണകളില്ല. പക്ഷേ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് വിവിധ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട്, സന്യാസിമാരെ കണ്ടിട്ടുണ്ട്, തമിഴ് സിദ്ധന്മാരുടെ കൃതികളിലൂടെ സൂക്ഷ്മമായി കടന്നുപോയിട്ടുണ്ട്, സൂഫികളെ കണ്ടിട്ടുണ്ട്. ഈ വിവരമാണ്
ഒന്നാമത്തെ പാരഗ്രാഫിലും രണ്ടാമത്തെ പാരഗ്രാഫിലും പറയുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത് ശ്രീനാരായണ ഗുരു മതപരിവർത്തനത്തെക്കുറിച്ചും വ്യത്യസ്ത മതങ്ങളെക്കുറിച്ചും വളരെ ജനാധിപത്യപരമായ കാഴ്ചപ്പാട് പുലർത്തിയ കേരളത്തിലെ നവോത്ഥാന നായകനാണ്, ആത്മീയ നേതാവാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ 2 കൃതികൾ ഈ പറഞ്ഞ മൂന്നാമത്തെ പാരഗ്രാഫിൽ പരാമർശിക്കുന്നുണ്ട്. അതൊന്ന് 914 ഗുരു എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനാത്മകമായ കൃതിയാണ്. അത് അനുകമ്പ ദശകം എന്ന കൃതിയാണ്. മറ്റത് അദ്ദേഹത്തിൻ്റെ ദാർശനിക കൃതിയാണ്, ആത്മോപദേശ ശതകം. ഈ 2 കൃതിയിലും ആദ്യം പരാമർശിച്ച കൃതിയിലാണ് ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങളടക്കം ഇന്ന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന, പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു തലക്കെട്ടുണ്ട്. അതിൽ തന്നെ ഒരുപക്ഷെ ഈ അടുത്ത് വന്ന ഒരു സംവാദം ശ്രദ്ധേയമാണ്. അത് പ്രവാചക തിരുമേനി എന്ന് പറയുന്നത് ജാതി മേൽക്കോയ്മ രൂപപ്പെടുത്തിയ ഭാഷാപ്രയോഗമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടൊരു പ്രയോഗമാണ് എന്ന് ചിന്തകനായുള്ള ഷമീം പറയുന്നുണ്ട്. ഷമീനോടാണ് എനിക്കതിൽ യോജിപ്പുള്ളത്. അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ശ്രീനാരായണൂർ ഉപയോഗിച്ച തിരുമേനി എന്നല്ല, കരുണാവാൻ നബിമുത്തു രത്നമോ എന്നാണ്. മുത്തു നബി എന്നുള്ള പ്രയോഗം തീർച്ചയായിട്ടും നബിയോടുള്ള, പ്രവാചകനോടുള്ള ലോകത്തിലെങ്ങുമുള്ള മുസ്ലിങ്ങളുടെ, വിശ്വാസികളായുള്ള മുസ്ലിങ്ങളുടെ തീവ്രമായ അടുപ്പം പ്രഖ്യാപിക്കുന്ന മലയാളത്തിലെ ഏറ്റവും ഹൃദ്യമായ പ്രയോഗമാണ്. അതാ തിരുമേനിയല്ലത്. ആ തിരുമേനി ജാതി മേൽക്കോയ്മ കെട്ടിവെച്ചൊരു പ്രയോഗമാണ്. അതേസമയത്ത് കരുണാവാൻ നബിമുത്തു രത്നമോ ഇത് അനുകമ്പ ദശകത്തിലെ പ്രയോഗമാണ്. ഈ പ്രയോഗമാണ് പിൽക്കാലത്ത് കേരളത്തിലെ മുസ്ലിം സമൂഹം എടുത്തതെന്നാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. തുടർന്ന് ആ പാരഗ്രാഫ് അവസാനിക്കുന്ന വരി ആത്മോപദേശ ശതകം മൗലികമായിട്ട് എന്താണ്? മൗലികമായിട്ട് അത് അപരത്തെ അതിജീവിക്കാനുള്ള ആഹ്വാനമാണ്. വളരെ സൂക്ഷ്മമായിട്ട് ആത്മോപദേശ ശതകത്തെ ഒറ്റ വാക്യത്തിൽ സംഗ്രഹിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ പറയാം എന്താണെന്ന് പറഞ്ഞാൽ, അതിൽ പറയുന്നുണ്ട് പ്രിയമൊരു ജാതി. ശ്രീനാരായണ ഗുരു നേരത്തെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരൊരു ജാതിയാണെന്ന്. അത് ഹോമോസാപ്പിയൻസ് എന്ന അർത്ഥത്തിൽ ജീവശാസ്ത്രപരമായിട്ടാണ്, ബയോളജിക്കലായിട്ടാണ്. എന്നാൽ രണ്ടാമത് പറഞ്ഞ ഈ സംഭവം അത് പ്രിയത്തിൻ്റെ വിവിധ തലങ്ങളെ വിശകലനം ചെയ്യുന്നതാണ്. എൻ്റെ പ്രിയം, നിങ്ങളുടെ പ്രിയം, മറ്റുള്ളവരുടെ പ്രിയം, പ്രിയങ്ങളെല്ലാം ആ അർത്ഥത്തിൽ വ്യത്യസ്തമായിരിക്കുമ്പോഴും അത് മൗലികമായ ഒന്നാണ് എന്ന ആശയം പറയാനാണ് ആത്മോപദേശ ശതകത്തിൽ ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മറ്റൊരു നിലപാടിലേക്ക് എത്താം. അതായത് ജീവശാസ്ത്രപരമായി മനുഷ്യരൊക്കെ ഒരു പട്ടി മറ്റൊരു പട്ടിയെ കണ്ടാൽ എളുപ്പം തിരിച്ചറിയുന്നു. എന്നാൽ മനുഷ്യർ പരസ്പരം കണ്ടാൽ ആ വിധം തിരിച്ചറിയുന്നില്ല, എന്നിട്ട് ജാതി ചോദിക്കുന്നു എന്ന് ഗുരു പരിഹസിക്കുന്നുണ്ട്. അപ്പം ഗുരു ജൈവശാസ്ത്രപരമായിട്ട്, ബയോളജിക്കലായിട്ട് ജാതി ഒന്ന്, ഹോമോസാപ്പിയൻസ്, മാൻ ദ തിങ്കർ, മനനം ചെയ്യുന്നവർ മനുഷ്യർ എന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം ഒരേറ്റ ചാട്ടമാണ്, അത് ആദർശത്തിലേക്കുള്ള ചാട്ടമാണ്. ജീവശാസ്ത്രത്തിൽ നിന്ന് ആദർശത്തിലേക്കുള്ള ചാട്ടമാണ്. അതാണ് പ്രിയമൊരു ജാതി എന്ന പ്രയോഗം. അത് അപരത്തെ അതിജീവിക്കാനുള്ള, അതായത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അപരം പൊളിഞ്ഞാലേ പ്രിയം സ്വതന്ത്രമുള്ളൂ. ഇനി അടുത്ത പാരഗ്രാഫിൽ ഈ കുറിപ്പിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത് പ്രവാചകൻ്റെ വിടവാങ്ങൽ പ്രസംഗമാണ്. ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ പല ആശയങ്ങൾ പറയുന്നുണ്ട്. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ എന്തെങ്കിലും മഹത്വമുണ്ട് എന്ന് കരുതാനാവില്ല, ദൈവവിശ്വാസത്തിലൊഴികെ എന്ന് പറഞ്ഞിട്ട് അതിലൊരു വാക്യമുണ്ട്: നാളിതുവരെയുള്ള എല്ലാ വംശീയ വിഭജനങ്ങളെയും ഞാനിതാ ചവിട്ടിത്തേച്ച് കളഞ്ഞിരിക്കുന്നു. അതാണ് ആ പ്രയോഗം. ആത്മോപദേശ ശതകത്തിലെ അപരത്തെ അതിജീവിക്കുക എന്നുള്ള ആശയവും ഈ ആശയവും തമ്മിലുള്ള അടുപ്പമാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിലെ വിമോചന കാഴ്ചപ്പാട് ലോകത്ത് പല സമരങ്ങൾക്കും പ്രചോദനം നൽകിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാർഷിക രംഗത്തൊക്കെയുള്ള ഇടപെടലുകൾ, അതിൻ്റെ ഭാഗമായിട്ട് മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ 1852 തിരുമേനി, തമ്പുരാൻ, അടിയൻ എന്നൊക്കെയുള്ള മേൽക്കോയ്മയെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ഛിഷ്ടം തിന്നരുതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മൗലികമായുള്ള ആശയങ്ങൾ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. അത് 1852 ഈ 1852 തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് ആവിഷ്കരിക്കുന്നത്. എന്നാൽ 1929 നമ്പൂതിരി യുവജന സംഘം ഇതേ ആശയം അവതരിപ്പിക്കുന്നുണ്ട്. നമ്പൂതിരി യുവജന സംഘവും പറയുന്നത് തമ്പുരാനെ വിളിക്കരുത്, അടിയെന്ന് പറയരുത്. അപ്പം ഫസൽ പൂക്കോയ തങ്ങൾ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഏകദൈവം,
അതിന് മുകളിലും ആരുമില്ല, താഴെ ആരുമില്ല. ഈ കാഴ്ചപ്പാടാണ് ഫസൽ പൂക്കോയ തങ്ങൾ. അതിന് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ഇസ്ലാം മതത്തിൽ നിന്നാണ്. എന്നാൽ നമ്പൂതിരി യുവജന സംഘം 1929 ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട്. അതിന് പ്രചോദനം ഇസ്ലാം മതമല്ല, അത് നവോത്ഥാനം ഉഴുതുമറിച്ച ഒരാശയമാണ്. 1938 കർഷക പ്രസ്ഥാനം ഇതേ ആശയം പറയുന്നുണ്ട്. തമ്പുരാൻ എന്ന് വിളിക്കില്ല, പാളയക്കഞ്ഞി കുടിക്കില്ല, ആത്മാഭിമാന ധ്വംസകമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. അത് വർഗപരമായ കാഴ്ചപ്പാടിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഞാൻ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന സമത്വ കാഴ്ചപ്പാട്, നവോത്ഥാനത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന നമ്പൂതിരി യുവജന സംഘം മുന്നോട്ട് വെച്ച സമത്വ കാഴ്ചപ്പാട്, വർഗസമര പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട സമത്വ കാഴ്ചപ്പാട്, ഇവ സൈദ്ധാന്തികമായി വ്യത്യസ്തമായിരിക്കുമ്പോഴും ഇത് പ്രായോഗികമായി ഐക്യപ്പെടുന്നുണ്ട്. ആ അർത്ഥത്തിൽ നവോത്ഥാനം സൈദ്ധാന്തികമായി വ്യത്യസ്ത നിലപാടുകൾ പുലർത്തുന്ന കാഴ്ചപ്പാടുകളെ പ്രായോഗികമായി ഐക്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഗംഭീര മലയാള മാതൃക ശ്രീനാരായണ ഗുരുവാണ്. ഉദാഹരണമായിട്ട് ഗുരു മുന്നോട്ട് വച്ചത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നാണ്. ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ മുന്നോട്ട് വച്ചത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്നാണ്. പക്ഷേ രണ്ടും ചേർന്ന് നിൽക്കുക ചെയ്ത്. മാത്രമല്ല, ഒരു സന്ദർഭത്തിൽ ഗുരുവും സഹോദരൻ അയ്യപ്പനും തമ്മിലുള്ള സംവാദത്തിൽ അയ്യപ്പൻ പറയുന്നുണ്ട്, ഞാൻ ആധാരത്തിൽ ബുദ്ധമതം എന്നാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഗുരു ചോദിക്കുന്നത് എന്താണെന്നറിയോ? ജാതി ചേർത്തിട്ടില്ലല്ലോ ഇല്ലാന്ന്, അത് പാടില്ലാന്ന്. അതിൻ്റെ മലയാളം എന്താണ്? അതിൻ്റെ മലയാളം ജാതി മേൽക്കോയ്മക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പുലർത്തിയിട്ടുണ്ട്. അതിൽ ഒത്തുതീർപ്പില്ല. എന്നാൽ മതം എന്നുള്ളത് നിങ്ങളുടെ ബോധ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് ഗുരുവിൻ്റെ നിലപാട്. അപ്പോൾ എൻ്റെ പ്രബന്ധത്തിനെതിരെ പ്രശസ്ത ചരിത്ര പണ്ഡിതനായുള്ള MGS മാഷ് അടക്കം ഉന്നയിച്ചിട്ടുള്ള 2-3 വിമർശനങ്ങളിൽ ആദ്യത്തെ വിമർശനം, ഞാൻ ശ്രീനാരായണ ഗുരുവിനെ മതപരിവർത്തനമെന്ന ആശയത്തിലേക്ക് വലിച്ചു നീട്ടി, അല്ലെങ്കിൽ അതിനുവേണ്ടി ദുരുപയോഗപ്പെടുത്തി എന്നാണ്. അത് MGS മാഷെ പോലുള്ള ഒരു ചരിത്ര പ്രതിഭ പറയാൻ പാടില്ലായിരുന്നു. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ ധൃതിപ്പെട്ട് കടന്നുപോയാൽ, അത്ര സൂക്ഷ്മമായിട്ടൊന്നും കടന്നു പോകണ്ട, ഒന്ന് ഓടിച്ച് അദ്ദേഹത്തിൻ്റെ ചിന്താലോകത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം 2 മതങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന് തത്വചിന്താപരമായ മതമാണ്. ആത്മീയതയുടെ കൊടുമുടിയിൽ കയറുമ്പോൾ ഒരാൾ എത്തിപ്പെടുന്ന മതമാണ്. അവിടെ മതപരിവർത്തനമില്ല, മനഃപരിവർത്തനത്തിൻ്റെ ഉയർന്ന രൂപമാണത്. അതാണ് അദ്ദേഹം പറയുന്ന ഒരു മതം. രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട്, അത് അപൂർവം ചില ആളുകൾ എത്തിപ്പെടുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ക്രിസ്തുമതം, ഇസ്ലാം മതം തുടങ്ങിയ മതങ്ങളിൽ, ഹിന്ദുമതം തുടങ്ങിയ മതങ്ങളിൽ നിന്ന് അതിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിൽ വിശ്വാസം കുറഞ്ഞു വരികയാണെങ്കിൽ അവരുടനെ മതം മാറുന്നതാണ് നല്ലത്. അങ്ങനെ മതം മാറുന്നില്ലെങ്കിൽ അത് അവർക്കും അവർ വിശ്വസിച്ചിരുന്ന മതത്തിനും കുഴപ്പമുണ്ടാക്കും. ഇത് ഗുരുവിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഗുരു 2 അഭിപ്രായങ്ങളാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് വച്ചത്. ഒന്ന് സമൂഹത്തിന്, സാമാന്യ മതത്തിന് വേണ്ടി മുന്നോട്ട് വച്ചതല്ല, അതൊരു സൂക്ഷ്മ മതമാണ്. അത് ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്. എല്ലാ മതങ്ങളുടെയും പൊരുൾ ഒന്നാണ് എന്നൊരാശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം CV കുഞ്ഞിരാമനുമായിട്ട് 1925 നടത്തുന്ന ദീർഘമായ സംഭാഷണത്തിലാണ് ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആത്മോപദേശ ശതകത്തിലൊക്കെ പറയുന്നുണ്ട്, ഗുരുവൊക്കെ പറയുന്നുണ്ട്, പലമത സാരവും ഏകം. ഈ പലമത സാരവും ഏകം എന്നുള്ളത് വേണ്ടത്ര വ്യക്തത വന്നിട്ടില്ല. അതൊന്ന് വ്യക്തമാക്കണം. കുമാരനാശാൻ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ വ്യാഖ്യാനം നിർത്തുക ചെയ്ത്. അതുകൊണ്ട് ഇത് ഗുരു തന്നെ ഒന്ന് വ്യക്തമാക്കി തരണം എന്ന് CV കുഞ്ഞിരാമൻ പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞതിൻ്റെ പൊരുൾ മാത്രം ഞാൻ പറയാം. ദീർഘമായ ഒരു സംഭാഷണമാണ്. അതിൻ്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ മതവും അധോഗതിയിൽ നിന്ന് ഉയർന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെ നയിക്കാനുള്ളതല്ലേ? ഇതിലേതെങ്കിലും മതം മനുഷ്യരെ അധോഗതിയിലേക്ക് നയിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ CV കുഞ്ഞിരാമൻ പറഞ്ഞു, അങ്ങനെയില്ല. അതാണ് പലമതസാരവും ഏകം എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം. മറ്റൊരു സന്ദർഭത്തിൽ ഗുരു പറയുന്നുണ്ട്, ഹിന്ദു മതത്തിലെ ജ്ഞാനവും ബുദ്ധമതത്തിലെ കരുണയും ക്രിസ്തു മതത്തിലെ സ്നേഹവും ഇസ്ലാം മതത്തിലെ സാഹോദര്യവും കൂടിച്ചേർന്ന ഒരു മതമാണ് ലോകശാന്തിക്ക് ഉപയുക്തമായ ഞാൻ പറയുന്ന ഏകമതം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഏകമതത്തെ സംബന്ധിച്ചിടത്തോളം ഏകമതത്തിൽ പിന്നെ എന്ത് പരിവർത്തനമാണ്?
അതുകൊണ്ട് ആ ഏകമതത്തിലല്ല ഗുരു പരിവർത്തനത്തെക്കുറിച്ച് പറയുന്നത്, മറിച്ച് നിലവിലുള്ള വ്യാവഹാരിക തലത്തിൽ നിരവധി മതങ്ങളിലാണ് ആളുകൾ വിശ്വസിച്ച് പോരുന്നത്. അതിൽ അവരുടെ വിശ്വാസം കുറയുകയാണെങ്കിൽ അവർക്കുടനെ മാറാം. മഹാത്മാഗാന്ധിയായുള്ള സംവാദത്തിലും ഗുരു ഇതേ കാര്യം പറയുന്നുണ്ട്. എന്തിനാണ് മതം മാറുന്നത്, ഹിന്ദു മതത്തിൽ മോക്ഷമാർഗമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗുരുവിൻ്റെ എടുത്തടിച്ചുള്ള മറുപടി മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഈ കുറിപ്പിൽ, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന കുറിപ്പിൽ MGS മാഷെ പോലുള്ള ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒന്നാമത്തെ കാര്യം വസ്തുതാപരമായി നിലനിൽക്കുന്നില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞ ആശയം തീർച്ചയായിട്ടും പ്രസക്തമാണ്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. MGS മാഷെ പോലുള്ള ആളുകളെല്ലാം ചെയ്യുന്നത് തത്വശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ എക്ലക്റ്റിസിസം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള തത്വദീക്ഷയും കൂടാതെ പരസ്പരം പൊരുത്തമില്ലാത്ത ആശയങ്ങളെ അവിടുന്ന് ഇവിടുന്നും പെറുക്കിയെടുത്തിട്ട് ഒന്നാണ് എന്ന് തോന്നുന്ന മട്ടിൽ അവതരിപ്പിക്കുകയാണ്. ഗുരുവിൻ്റെ മതത്തെക്കുറിച്ചുള്ള ഈ രണ്ട് കാഴ്ചപ്പാടും രണ്ട് സന്ദർഭത്തിലുള്ളതാണ്. അത് രണ്ടും വ്യത്യസ്തമാണ്. അതിനെ കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ കാലത്ത് ആശയ സംവാദങ്ങൾ ഒരുപക്ഷെ നിലച്ചു പോവുകയോ അതിനൊക്കെ എതിർപ്പുകൾ വരികയോ ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായും താങ്കളുടെ ഈ കുറിപ്പിനോട് താങ്കൾ നേരത്തെ പറഞ്ഞ തലക്കെട്ടിൽ പലരും വീണുപോയെന്ന്, സ്വാഭാവികമായി അത്തരത്തിൽ ഏറ്റവും കൂടുതൽ വീഴാൻ സാധ്യതയുള്ള സംഘപരിവാറാണ്. എന്തായിരുന്നു ആ കോളത്തിൽ നിന്നുള്ള പ്രതികരണം? അല്ല, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർ തലക്കെട്ടിൽ തട്ടി തലകുത്തി വീണതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം മതപരിവർത്തനം സംബന്ധിച്ചുള്ള ഒരു ജനാധിപത്യ സംവാദം അവർക്ക് സാധ്യമല്ല. കാരണം അക്കാര്യത്തിൽ അവർ വാതിലടച്ച് കളഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് മതപരിവർത്തനം എന്ന് പറയുന്നത് രാജ്യദ്രോഹപരമായ ഒരു കാര്യമാണെന്നാണ്. മാത്രമല്ല, അവർ പറയുന്നത് മതം മാറുന്നതോടുകൂടി വിശ്വഹിന്ദു പരിഷത്തൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പൗരത്വം നഷ്ടമാവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മതം മാറ്റം ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല, രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവർ മതപരിവർത്തനത്തിനെതിരെയുള്ള ഏറ്റവും വലിയ, ഇന്ത്യയിൽ മതപരിവർത്തനത്തിനെതിരെ ഏറ്റവും വലിയ നിലപാടെടുക്കുന്നത് സംഘപരിവാറാണ്. അത് ജാതി മേൽക്കോയ്മയുടെ ഒരു സമീപനമാണ്. കാരണം അത് ഈ പ്രബന്ധത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ജാതി മേൽക്കോയ്മക്ക് തിരസ്കരിക്കാനല്ലാതെ സ്വീകരിക്കാൻ കഴിയില്ല. ഇത്ര അടി ദൂരെ നിൽക്കണം എന്ന് പറയാനല്ലാതെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിക്കാൻ പറ്റില്ല. അത് ജാതി മേൽക്കോയ്മയുടെ അടിസ്ഥാന പരിമിതിയാണ്. ഈ അടിസ്ഥാന പരിമിതി കൊണ്ടാണ് അവർക്ക് മതപരിവർത്തനത്തെ അംഗീകരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് സംഘപരിവാറുകാർ ജന്മഭൂമി പത്രത്തിൽ അവർ ആദ്യം തന്നെ ഒരു പ്രബന്ധം അച്ചടിച്ചു. അതിൽ ഇങ്ങനെ മതം മാറാനുള്ളൊരു ആഹ്വാനം നൽകിയിരിക്കുകയാണ്. ഈ അടുത്ത് 1-ാം തീയതി രൂപപ്പെട്ട മതിൽ, വനിതാ മതിലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വനിതാ മതിലിൻ്റെ തുടർച്ചയായിട്ട് എല്ലാ ആളുകളെയും ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നെല്ലാം പറഞ്ഞ് രാഷ്ട്രീയാർത്ഥത്തിലും സാംസ്കാരികാർത്ഥത്തിലും ഒരു ബലിതമെന്ന് പോലും പറയാനാവാത്ത ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയത്. ഞാൻ മുമ്പും ഇന്നും മുന്നോട്ട് വെക്കുന്നൊരു കാര്യമുണ്ട്. അത് ഈ അവതരിപ്പിച്ച ആശയം ഇതിനു മുമ്പും മതപരിവർത്തനത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മതം മാറിയാലെന്ത്, മാറാതിരുന്നാലെന്ത് എന്നായിരുന്നു അന്നത്തെ തലക്കെട്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ജനാധിപത്യ സംവാദത്തിന് സദാ സന്നദ്ധമാണ്. സംഘപരിവാർ സുഹൃത്തുക്കളുമായിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണ്. പക്ഷെ അവർ ചെയ്യുന്നത് സംവാദത്തിൻ്റെ വാതിലടക്കുകയാണ്. അവർ കൃത്രിമ വിവാദം ഉണ്ടാക്കുകയാണ്. ഇപ്പം ഇവിടെ ഇസ്ലാം മതം ഈ തലക്കെട്ട് തന്നെ നോക്കിയാൽ, എൻ്റെ കുറിപ്പിന് ഇത്തരം ഒരു തലക്കെട്ട് കൊടുക്കാൻ ഒരുപക്ഷെ പ്രശാന്തിനെ പ്രേരിപ്പിച്ചിരിക്കുക ഈ പറഞ്ഞ സെൻസേഷണൽ സ്വഭാവം ഉണ്ടാവാം. അതോടൊപ്പം ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, അധസ്ഥിതരായ ആളുകൾ, അയിത്തക്കാർ ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് KM പറഞ്ഞല്ല, അത് EV രാമസ്വാമി നായ്ക്കർ പറഞ്ഞാണ്. എൻ്റെ പേര് EV രാമസ്വാമി നായ്ക്കർ എന്നല്ലല്ലോ. EV രാമസ്വാമി നായ്ക്കറെപ്പോലുള്ള വലിയ ഒരു നവോത്ഥാന നായകൻ്റെ അവസ്ഥയിലേക്ക് എന്നെപ്പോലുള്ളൊരു പാവം മനുഷ്യനെ പിടിച്ചു വച്ചാൽ അതൊരു തരം കോമാളിത്തരമാണ്. അതുകൊണ്ട് EVR പറഞ്ഞൊരു കാര്യമാണ്. EVR 1947 മാർച്ച് 18 തിരുച്ചിറപ്പള്ളിയിൽ നടത്തിയൊരു പ്രഭാഷണത്തിൽ, ആ പ്രഭാഷണം തുടങ്ങുന്ന കോമ്രേഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, 69 ആദി ദ്രാവിഡർ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു.
അങ്ങനെ സ്വീകരിച്ചതുകൊണ്ട് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല. എനിക്കതേക്കുറിച്ച് അങ്ങനെ പാപം പൊറുക്കപ്പെടും എന്നുള്ളതിനോട് യോജിപ്പില്ല. പക്ഷേ അവർ അയിത്തത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള ഒരു പ്രതിരോധം എന്ന അർത്ഥത്തിലാണ് ഇസ്ലാമിലേക്കുള്ള പരിവർത്തനത്തെ EVR കണ്ടത്. EV രാമസ്വാമി നായ്ക്കരുടെ അഭിപ്രായം ഞാൻ കോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരാളുടെ അഭിപ്രായം നമ്മൾ പറയുമ്പോൾ, മഹാത്മാഗാന്ധിയുടെ അഭിപ്രായം പറയുമ്പോൾ ഞാൻ മഹാത്മാഗാന്ധിയാവും. മഹാത്മാഗാന്ധി പറഞ്ഞ ആശയം ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല അതിനർത്ഥമുള്ളൂ. മാത്രമല്ല അത് കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് രണ്ട് പ്രധാന നവോത്ഥാന സാന്നിധ്യങ്ങളെയാണ്. അതിൽ തന്നെ ശ്രീനാരായണ ഗുരുവിനെ ഞാൻ കേവലം ഒരു നവോത്ഥാന സാന്നിധ്യം മാത്രമായി ചുരുക്കി കാണാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ ഞാൻ ഒരു മഹാ ആത്മീയ സാന്നിധ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ EVR നിരീശ്വരവാദം ഉൾപ്പെടെ പ്രചരിപ്പിച്ച ആളാണ്. അദ്ദേഹം പ്രകടമായി പറഞ്ഞ ആശയമാണ് മതപരിവർത്തനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട്. ഗുരു ആകട്ടെ മതപരിവർത്തനം നടത്താൻ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നടത്തട്ടെ. മാത്രമല്ല കേരള ചരിത്രത്തിൽ വളരെ രസകരമായുള്ളൊരു കാര്യമുണ്ട്. അത് പിച്ചനാട്ട് കുറുപ്പന്മാർ എന്ന് പറയുന്ന, അതായത് തിരുവല്ല ഭാഗത്തുള്ള കുറുപ്പന്മാരാണ്. അവർ സത്യത്തിൽ ഈഴവരേക്കാൾ മുകളിലാണ്. കാരണം ഈഴവർക്ക് വിലക്കുള്ള വഴികളിലൂടെ പിച്ചനാട്ട് കുറുപ്പന്മാർക്ക് നടക്കാം. പക്ഷേ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർ ന്യൂനപക്ഷമായതുകൊണ്ട് ഒരു സൗകര്യത്തിന് വേണ്ടി, അതാണ് നമ്മൾ തമാശയുള്ള കാര്യമാണ്, ഒരു സൗകര്യത്തിന് വേണ്ടി അവർ ക്രിസ്തുമതം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ മൂലൂർ ഈ വിവരം അറിഞ്ഞു. മൂലൂരിനോട് അവർ വിവരം പറഞ്ഞു, ഞങ്ങളിങ്ങനെ ക്രിസ്തുമതം സ്വീകരിക്കാൻ പോവുകയാണ്, അതാണ് ഇവിടെ സൗകര്യം, ഞങ്ങൾ ന്യൂനപക്ഷമാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലത്ത് 1919 ആ കാലത്തൊന്നും ഇന്നത്തെ പോലെ മതപരിവർത്തനം എന്നത് ആ രീതിയിലൊരു വൈകാരിക പ്രശ്നമല്ല എന്നല്ലേ ആ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം മൂലൂർ ചോദിച്ചു, ക്രിസ്തുമതത്തിൽ തന്നെ ചേരണമെന്നുണ്ടോ, ഈഴവരായപ്പോലെ എന്ന് ചോദിച്ചു. അപ്പം കൃഷ്ണൻ വൈദ്യർ എന്നുള്ള ഈ പിച്ചനാട്ട് കുറുപ്പന്മാരുടെ നേതാവ് ചോദിച്ചു, അങ്ങനെ ഈഴവരാവാൻ വകുപ്പുണ്ടോയെന്ന് ചോദിച്ചു. അത് നമുക്ക് ശ്രീനാരായണ ഗുരുവായിട്ട് അദ്ദേഹം വിചാരിച്ചാൽ കഴിയുമെന്ന് പറഞ്ഞു. രസകരമായ കാര്യം, ഗുരു തിരുവല്ലയിൽ വരുന്നു, പിച്ചനാട്ട് കുറുപ്പിനെ അദ്ദേഹം ഈഴവനാക്കുന്നു. നിങ്ങളുടെ കുറുപ്പ് ഇതോടെ ഇല്ലാതായിരിക്കുന്നു, നിങ്ങൾ ഈഴവ സമൂഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ക്ഷേമം വരും. എന്നിട്ട് മൂലൂരിനോട് പറയുന്നുണ്ട്, ഇത് എഴുതി റെക്കോർഡാക്കണം, എന്നിട്ട് ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ സൂക്ഷിക്കണം, പദ്യത്തിൽ വേണം, എന്നാലേ ഓർമ്മിക്കാൻ കഴിയൂ. ഇതെന്താണ് വ്യക്തമാക്കുന്നത്? ഇത് വ്യക്തമാക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മതപരിവർത്തനത്തിൻ്റെ പേരിൽ മസിൽ പിടിക്കുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം എന്നാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിന് ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ, മതപരിവർത്തനം എന്നത് ഇന്നൊരു വൈകാരിക പ്രശ്നമാണ്. അത് ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ പൊതു പതിവ് എന്താണ്? ഇപ്പോൾ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് ഒരാൾ വന്നാൽ, ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് ഒരാൾ വന്നാൽ പൊതുവെയുള്ള അവസ്ഥ എന്താണ്? ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാൾ ഹിന്ദു ആയി കഴിഞ്ഞാൽ ഇസ്ലാമിക മതത്തിലെ യാഥാസ്ഥിക വിഭാഗം ഞങ്ങൾക്ക് ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും, ഹിന്ദു മതത്തിലെ യാഥാസ്ഥിക വിഭാഗം ഞങ്ങൾക്കൊരാളെ കിട്ടി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയും ചെയ്യുന്നു. ഇതൊരു വൈകാരിക അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഞാൻ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വൈകാരികതയല്ല പ്രധാനം. വൈകാരികമായ അവസ്ഥയിൽ നിന്ന് വൈചാരികമായ അവസ്ഥയിലേക്ക് ഇത്തരം കാര്യങ്ങളെ നമ്മൾ വിമോചിപ്പിക്കണം എന്നൊരാശയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, വികാര ഭീകരതയിൽ നിന്ന് വിചാരധീരതയിലേക്ക്, ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ആ അർത്ഥത്തിലാണ് ഞാൻ മതപരിവർത്തനത്തെക്കുറിച്ചുള്ള നിലപാട് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ സംഘപരിവാർ സുഹൃത്തുക്കളും ഈ കുറിപ്പ് വായിക്കാത്ത, വളരെ ഉപരിപ്ലവമായിട്ട് ഇതിനെ കാണുന്ന ചിലരും പറയുന്നത് ഇത് ഉടൻ മതപരിവർത്തനത്തിലുള്ള ഒരു ആഹ്വാനമാണെന്നാണ്. അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, ഈ കുറിപ്പ് വായിക്കണം, വായിച്ചതിന് ശേഷം ഒരു സംവാദം നടത്താം. അതിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട് ഈ ആശയം. അതായത് മതപരിവർത്തനം ഒരു വൈകാരിക വിഷയമായിട്ട് ആഘോഷിക്കപ്പെടാനോ ആക്ഷേപിക്കപ്പെടാനോ ഉള്ളതല്ല. അതൊരു പൗരയുടെ ജനാധിപത്യ അവകാശമാണ്. മാത്രമല്ല, ഞാനിതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്, തുടർന്നും പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കുറിപ്പിന് ശേഷം നടത്തിയ പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീടുകൾ തന്നെ വ്യത്യസ്ത മതക്കാർക്ക് ജീവിക്കാൻ കഴിയുന്ന അത്ര വിസ്തൃതമാകണം. ഹിന്ദു മതത്തിൽപ്പെട്ടവരും ഇസ്ലാം മതത്തിൽപ്പെട്ടവരും ക്രിസ്തു മതത്തിൽപ്പെട്ടവരും ഒരു മതത്തിലും പെടാത്തവരും ഒന്നിച്ച് താമസിക്കുന്ന വീടുകളാണ് നമുക്കുണ്ടാവേണ്ടത്.
ആ വീടുകളുടെ വിസ്മയവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ചായ കുടിച്ച പാട് തന്നെ വിവിധ മതങ്ങളിലെ മഹത്തായ തത്വങ്ങളെപ്പറ്റി പരസ്പരം ചർച്ച ചെയ്യാൻ, ഒരു സ്നേഹസംവാദം നടത്താനുള്ള സാധ്യത ഒരുക്കും. ഇത്ര വിസ്തൃതമായൊരാശയത്തെ തങ്ങളുടെ സങ്കുചിത മാനസികാവസ്ഥയുടെ ഒരു തലത്തിലേക്ക് വെട്ടിച്ചുരുക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ കുറിപ്പിൽ പറഞ്ഞ കാര്യമല്ല, തങ്ങളുടെ മനസ്സിൽ മതപരിവർത്തന സംബന്ധമായുള്ള അവികസിതമായ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾ ഈ ഒരു ആലോചനയുടെ മേൽ ആരോപിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതവർ അവസാനിപ്പിക്കുകയും ഒരു ജനാധിപത്യ സംവാദത്തിന് അവർ സന്നദ്ധമാവുകയും ചെയ്യണം. സംഘപരിവാർ ജനാധിപത്യ സംവാദത്തിന് തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സംവാദത്തിന് അവർ സന്നദ്ധമാകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. കാരണം മുമ്പും എനിക്കൊരു അനുഭവമുണ്ട്. മുമ്പ് ഞാൻ കോഴിക്കോട്ടൊരു വേദിയിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു. അംബേദ്കർ രാമായണത്തെയും മഹാഭാരതത്തെയും ഭഗവത്ഗീതയും ഒക്കെ ബ്രാഹ്മണ സാഹിത്യത്തിലാണ്, ദ്വിജ സാഹിത്യത്തിലാണ് ഉൾപ്പെടുത്തിയത്. ഇതാണ് ഞാൻ പ്രസംഗിച്ച ഒരാശയം. പക്ഷേ സംഘപരിവാർ സുഹൃത്തുക്കൾ ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തത് ഭഗവത്ഗീതയെ അവഹേളിച്ചുകൊണ്ട് KEN കുഞ്ഞഹമ്മദ്. വലിയ തലക്കെട്ടാണ്. ആ വാർത്ത വായിച്ചാൽ അംബേദ്കറുടെ പേരില്ല. അംബേദ്കർ പറഞ്ഞ ഒരാശയം എൻ്റെ ആശയമാണ്, ഞാനാണിത് പറഞ്ഞത് എന്ന മട്ടിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ സംവാദം സാധ്യമല്ല. നേരെ മറിച്ച് അംബേദ്കർ പറഞ്ഞൊരാശയം KEN കോട്ട് ചെയ്തു എന്ന അർത്ഥത്തിൽ പറഞ്ഞ സംവാദം സാധ്യമാണ്. കാരണം അത് അംബേദ്കർ പറഞ്ഞതാണല്ലോ. പിന്നെ നമുക്ക് ആ സംവാദത്തിലെ പ്രസക്തമായുള്ള കാര്യം ഏത് പശ്ചാത്തലത്തിലാണ് അംബേദ്കർ പറഞ്ഞത് എന്നത് ചർച്ച ചെയ്യാന്നേ ഉള്ളൂ. അതുകൊണ്ട് ജനാധിപത്യപരമായൊരു സംവാദത്തിന് മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ സന്നദ്ധമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാലും മാറ്റത്തിൻ്റെ ഒരു കാലത്തിലൂടെയാണല്ലോ മനുഷ്യരെല്ലാം കടന്നു പോകുന്നത്. അതുകൊണ്ട് സംഘപരിവാറുകാർക്ക് ഒരു കാലത്തും ഒരുവിധ മാറ്റവും ഉണ്ടാവില്ല എന്ന് മുൻകൂറായി നാം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. കാത്തിരിക്കാം. അവർ ഒരു ആരോഗ്യകരമായ സംവാദത്തിന് സന്നദ്ധമാവുകയാണെങ്കിൽ ഞാൻ സദാ സന്നദ്ധമായിരിക്കും. ഈ ഒരു കാര്യത്തിൽ സംഘപരിവാറുമായിട്ട് മാത്രമല്ല, ഞാൻ എന്നോട് തന്നെ നിരന്തരം സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ ഒരാളാണ്. അതുകൊണ്ട് ഇതിൽ ഒരു പുതിയ കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഭീഷണിയുടെ അവസ്ഥയുണ്ടോ? ഭീഷണിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകമായൊരു ഭീഷണി എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള നിരന്തരമായ പ്രചാരണം നടത്തുന്ന, ഫാസിസത്തിനെതിരെ നിരന്തരമായ പ്രചാരണം നടത്തുന്ന, ആശയപരമായ സംവാദത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവരോട് ആരോഗ്യകരമായ ഒരു ജനാധിപത്യ ബന്ധമല്ല പൊതുവെ സംഘപരിവാർ പുലർത്തുന്നത്. അതുകൊണ്ട് പേരറിയാത്ത പലരും വളരെ അപ്രസക്തമായ ഈ ഒരു സംവാദത്തിൽ ഒരു തരത്തിലും നമുക്ക് ഉൾപ്പെടുത്താനാവാത്ത പല അസംബന്ധങ്ങളും ഫോൺ ചെയ്ത് പറയാറുണ്ട്. ചിലർ നേരിട്ട് കാണുമ്പോഴും ഇതൊന്നും വായിക്കാതെ തന്നെ ഇസ്ലാം മതത്തിലേക്ക് മാറാൻ ആഹ്വാനം ചെയ്തു എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ഞാൻ പറയുന്നതിന് ചുരുക്കത്രയേ ഉള്ളൂ, മതപരിവർത്തനം ഉൾപ്പെടെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മതപരിവർത്തനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റണം. ഇത് ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മതത്തിലേക്ക് എന്നുള്ള പ്രശ്നമല്ല. എല്ലാ മതങ്ങളിൽ നിന്നുള്ള പരിവർത്തനം, മതത്തിൽ നിന്ന് തന്നെയുള്ള പരിവർത്തനം, അങ്ങനെയാണല്ലോ മതരഹിതരുണ്ടാവുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവാദമാണ് ഈ മണ്ഡലത്തിൽ വേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ ചില വിഷയങ്ങളിൽ സംവാദം വേണ്ടത്ര നടക്കാതെ പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.